ഹായ് അമ്മോ. ഹായ്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ്. എല്ലാവരും കിട്ടിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ ഇന്ന് എന്താ പാചകം? ഞാൻ ചിരിച്ചെന്താ ഉരുളക്കിഴങ്ങും ചേമ്പിന്റെ ഇലയും കൂടി ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട്. ചേമ്പിന്റെ ഇല ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക്, വെളുത്തുള്ളി, ഉണക്കമുളക്, പച്ചമുളക്, വെളുത്തുള്ളി, ഉണക്കമുളക്, കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കടുകും ജീരകം വറുവിടാം, ഉപ്പ്. ഇതിന് ഉള്ളി ഉപയോഗിക്കുന്നില്ല കേട്ടോ. ഓരോരോ രീതിയല്ലേ. അപ്പൊ അതിന് ഉള്ളി ഒട്ടും വേണ്ട, വെളുത്തുള്ളിയുടെ ഫ്ലേവർ മാത്രം. പക്ഷെ എന്തൊക്കെ അമ്മ പറഞ്ഞാലും ഓരോ പാചകത്തിനും ഐറ്റിയായ വിലയുണ്ട്. കാരണം എന്താ അറിയോ, ആ വില വരുന്നത് എപ്പോഴാണെന്നറിയോ അമ്മയ്ക്ക്? നമുക്ക് വിശപ്പ് വരുമ്പോഴാണ്. സത്യം സത്യം. എന്താ 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 പറയാൻ കാരണം അറിയോ, നമുക്ക് തീരെ വിശപ്പില്ലാണ്ട് ഒരു സമയമായി ഭക്ഷണം കഴിക്കാമല്ലോ, ഒരു സമയം ഉണ്ടാവുമല്ലോ ഭക്ഷണം കഴിക്കാൻ. വിശപ്പ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ചിലർ ഭക്ഷണം കഴിക്കും. അതിന് നമുക്ക് ഒന്നിൻ്റെ ടേസ്റ്റ് നമുക്ക് അപ്പം നമുക്ക് എന്താ അറിയോ, അതിന് രുചി പോരാ, ഇതിന് രുചി നന്നു, അങ്ങനെയൊക്കെ അഭിപ്രായം പറയാൻ നമുക്കപ്പം പറ്റും. അതന്നെ നമ്മൾ വിശന്ന് ചുറ്റിയിരിക്കില്ല, എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ കിട്ടിയാൽ മതി എന്ന്. ആ സമയത്തുണ്ടല്ലോ അമ്മ, എന്തൊരു സാധനം ഉണ്ടെങ്കിലും അത് വാരി വലിച്ച് തിന്നും. അതിനൊക്കെ ഭയങ്കര രുചിയായിരിക്കും. എന്തൊരു പച്ചവെള്ളത്തിനും കൂടി രുചിയായിരിക്കും. ഏറ്റവും രുചിയെന്ന് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് പച്ചവെള്ളത്തിനാണ്. അതുപോലെ തന്നെ ചെറിയൊരു അനുഭവം ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞുതരാം. പണ്ട് ഞങ്ങൾ ഈ മോർണിംഗ് ഷോ പോകും കേട്ടോ, സിനിമയ്ക്ക് മോർണിംഗ് ഷോ പോകുന്ന സമയത്ത് 12 മണിക്ക് 12:15 മോർണിംഗ് ഷോ തുടങ്ങുക. അങ്ങനെ 12:15 മോർണിംഗ് ഷോ തുടങ്ങുമ്പോൾ കേട്ട് നോക്കണ റെസിപ്പിൻ്റെ ഒരു കഥയാണ്. അപ്പോൾ നമ്മൾ ഈ മോർണിംഗ് ഷോന്ന് പോകുന്ന സമയത്ത് നമ്മുടെ എങ്ങനെയല്ലേ പോവുക നമുക്കറിയാമല്ലോ. നമ്മൾ കൂട്ടുകാരന്മാരൊക്കെ ആയിട്ട് സിനിമയ്ക്ക് പോകാന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്യാങ്ങാണ്. അതിൽ 1-2 ആളുടെ അടുത്ത് മാത്രമേ കാശുണ്ടാവുള്ളൂ. ബാക്കി എല്ലാവരും വെറും കഴിച്ചലാണ് വീട്ടിൽ നിന്ന് വരിക. കാരണം അവർക്കൊന്നും പോക്കറ്റ് മണി എന്ന് പറഞ്ഞ സംഭവമൊന്നും ഇല്ല. അന്ന് ഞാൻ പിന്നെ നമ്മുടെ അടുത്ത്, അച്ഛൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ പോക്കറ്റ് മണി മാറി മാറി വരുന്ന എൻ്റെ അടുത്തും ഉണ്ടാവും, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കയ്യിലും ഉണ്ടാവും. ബാക്കി ആരുടെ കയ്യിലും ഇതുണ്ടാവില്ല. അപ്പോൾ ഈ 12:15 സിനിമയ്ക്ക് പോയി എന്ന് പറഞ്ഞാൽ ഈ കറിയൊക്കെ എനിക്ക് പറയാം. അപ്പോൾ 12:15 സിനിമയ്ക്ക് പോയി വരുന്ന സിനിമ സ്വാഭാവികമായിട്ടും ഒരു 2:30 മണിക്കായിരിക്കും സിനിമ വിടുക. ആ 2:30 മണി നേരമാകുമ്പോഴേക്കും ശരിക്കും പറഞ്ഞാൽ 10ൻ്റെ പൈസ കീശലുണ്ടായിരിക്കുക. അപ്പോൾ അന്നൊരു ദിവസം ഞങ്ങൾ ഈ 5-6 പേരുണ്ട്. 5-6 പേര് അവിടുന്ന് കിലോമീറ്റർ കണക്കിന് നടന്നിട്ട്, അന്നൊക്കെ നടന്നിട്ട് എത്ര ദൂരം വരെ പോകുന്നുള്ളതാണ് ആ ചെറുപ്പത്തിലൊക്കെ. അപ്പോൾ അവിടുന്ന് നടന്നിട്ട് ഞങ്ങളുടെ വീടെത്തണെങ്കിൽ ഒരുപാട് ദൂരമാവും. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്യണു, വഴിയോരത്ത് വരുമ്പോഴൊക്കെ ഈ ജോളൊക്കെ ഇങ്ങനെ ചുട്ടിട്ട് മസാല വെച്ച് ഇങ്ങനെ വെച്ചിട്ടുള്ളത് കാണുന്നു. ബേക്കറികളിൽ ഇങ്ങനെ വിധവിധമായിട്ടുള്ള പലഹാരങ്ങൾ കാണുന്നു. ഹോട്ടലിൻ്റെ ഉമ്മറത്ത് കൂടെ വരുമ്പോൾ നല്ല മണം. എന്താ ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ ഒപ്പമുള്ളവർ ചീത്ത പറയുക, എടാ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു 5 രൂപ അങ്ങനെ കൈപ്പിടിച്ചിട്ട് വരണ്ടേ, എന്ത് മനുഷ്യന്മാരുടെ ഞങ്ങൾ ബസ്സിനിട്ട് നടക്കാനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ. അങ്ങനെ എവിടെ പോയി ഇത്തിരി വെള്ളം ചോദിച്ചു, അവരിത്തിരി വെള്ളം തന്നു. ആ വെള്ളം കുടിച്ച് വയറ് നടക്കാൻ നമുക്ക് പറ്റില്ല. ഏതൊക്കെ വീട്ടിൻ്റെ ഉമ്മറത്ത് കൂടെ വരുന്നു ആ വീട്ടിൻ്റെ ഉമ്മറത്ത് കൂടെ ഒക്കെ നല്ല മണം എന്ന് വെച്ചാൽ, ഒന്നാമത് ആ സമയമാകുമ്പോഴേക്കും ഭക്ഷണം കഴിച്ച് കഴിഞ്ഞവരും ഉണ്ടാവും. പിന്നെ ഈ വഴിയോരത്ത് വരുമ്പോൾ ബിരിയാണിയുടെ മണം ഇതൊക്കെ സ്വാഭാവികമാണല്ലോ ടൗണിൽ കൂടെ വരുമ്പോൾ. ഇതൊക്കെ കേട്ട് ഞങ്ങൾ വീടെത്താറായി കേട്ടോ. അപ്പോൾ നാരായൺപുര പറഞ്ഞൊരു ഏരിയ ഉണ്ട്. ആ ഏരിയയിൽ തമിഴൻസാണ് അവിടെ ഉള്ളത്. അവിടെ ഒരു മാരിയമ്മ കോവിലുണ്ട്. ആ മാരിയമ്മ കോവിലിൻ്റെ അടുത്ത് അന്ന് അന്നദാനമാണ് കേട്ടോ. അന്നദാനം എന്ന് പറഞ്ഞാൽ ഈ പുളിയോഗര എന്ന് പറയുക, അറിയുമോ? അറിയാം, അമ്മയ്ക്കറിയാമല്ലോ. അപ്പോൾ ആ ഫുഡാണ് അവിടെ കൊടുക്കുക. ചിലപ്പോൾ വെജ് ബിരിയാണി ആയിരിക്കും, ചിലപ്പോൾ പുളിയോഗര ആയിരിക്കും, ചിലപ്പോൾ പലാവായിരിക്കും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അവിടെ കൊടുക്കുക. അപ്പോൾ 2:30 മണി നേരം കഴിഞ്ഞ് നമ്മളവിടെ എത്തുമ്പോഴേക്കും ഒരു 3 മണി ആവാറായിരിക്കും. അന്ന് എന്താ സംഭവം അറിയോ, ഈ അമ്പലത്തിലുണ്ടാക്കിയ ഒരുപാട് ഭക്ഷണങ്ങൾ വേസ്റ്റായി. അപ്പോൾ ഇതൊന്നും കൊണ്ടുപോയി ആർക്കും കളയാൻ പാടില്ല. അപ്പോൾ കഴിക്കേണ്ടവർ കഴിച്ചിട്ട് ബാക്കിയായി. എന്താ പറഞ്ഞാൽ എന്നും അമ്പലത്തിൽ വെക്കുമ്പോൾ കുറവാണ് പറയുകയാണ്. അപ്പോൾ അന്ന് എന്ത് ചെയ്തു, ഇന്ന് എത്ര കൂടുതൽ വെക്കാമെന്ന് പറഞ്ഞിട്ട് കൂടുതൽ ഭക്ഷണം വെച്ചു. ആ കൂടുതൽ ഭക്ഷണം വെച്ച ഭക്ഷണം ആർക്കെങ്കിലും കൊടുക്കണം. അപ്പോൾ അവർ വഴിയോർത്തതിനെ കാത്ത് കപ്പുണ്ട് 6 മല്ലന്മാരത് നടന്നു വരുന്നു. എങ്ങനെ പിച്ചക്കാരനെക്കാരിൽ അവശ്യമായ ഇതിൽ നമ്മൾ വന്നുകൊണ്ടിരിക്കണം. അവിടെ നിന്ന് ഇനിയും പോകണം വീട്ടിലേക്ക്. അവിടെ എത്താറാകുമ്പോഴേക്കും പരിചയമുള്ളൊരു ചങ്ങാതി അവിടെ നിൽക്കണോ. മക്കളെ നിൽക്കുക പറഞ്ഞു. എവിടെ നിന്ന് വരികയാണ് പറഞ്ഞു.
ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ സിനിമയ്ക്ക് പോയിട്ട് വരികയാണ്, സംസാരിക്കാൻ വയ്യ, വിശന്നിട്ട് വയ്യ അവർക്ക്. ആ വിശന്നിട്ട് വയ്യേ, അപ്പോൾ നിങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞങ്ങളവിടെ കാത്തു നിൽക്കുന്നത്. വരും ഉള്ളിരിക്കുന്നത് വയറ് നിറച്ച് ആ പുളിയോഗരെ പറഞ്ഞ സാധനം, ആ സാധനം തിന്നപ്പോൾ ആ ഭക്ഷണത്തിൻ്റെ ആ രുചി, ഒന്നാമത് അമ്പലത്തിൽ നിന്ന് കിട്ടുന്നതിൻ്റെ പ്രത്യേക രുചിയാണ് എന്തായാലും. അതിൽ ആ സമയത്ത് നമ്മൾ കിട്ടിയില്ലേ, നമ്മുടെ കണ്ണ് നിറഞ്ഞു പോയി. ശരിക്കും ഭക്ഷണം കാണാത്ത എത്രയോ മാസം കിടന്ന ആൾക്കാരുണ്ടാവും. അതുപോലെയാണ് നമ്മുടെ ഈ പിള്ളേരുടെ മനസ്സ്. ആ ഭക്ഷണത്തിനെ നമ്മൾ കഴിച്ച് ദൈവത്തിൻ്റെ മനസ്സിൽ കണ്ടോ, നമുക്ക് വേണ്ടി ആ ഭക്ഷണം അവിടെ കാത്തിരുന്നു. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 10-12 പേർക്കുള്ള ഭക്ഷണം അവിടെ ഉണ്ടായിരുന്നു. അന്ന് ഞങ്ങളൊക്കെ ഓർത്തു, എന്താ അറിയോ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ ഓർക്കുകയാണ് മനസ്സിൽ, സത്യമായിട്ട് വെറുതെ പറയല്ല. കൂട്ടുകാരന്മാർ പരസ്പരം സംസാരിക്കുകയാണ്, ഡാ വീട്ടിൽ അമ്മയൊക്കെ വെച്ച് തരുന്ന ഭക്ഷണത്തിനെ കുറ്റം പറഞ്ഞ് കഴിക്കില്ലേ? അപ്പോൾ ഇന്ന് വിശന്നപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് അതിൻ്റെ വില മനസ്സിലായില്ലേ? എന്താ കറി? ആ കറി നന്നല്ല, എനിക്ക് വേണ്ട, ഒന്നിലേക്ക് പൈസ തരും, അല്ലെങ്കിൽ അത് വേണ്ട, ഇങ്ങനെയൊക്കെ ഡിമാൻഡ് കാണിക്കാൻ ഞങ്ങൾ അന്ന് കഴിച്ച ഭക്ഷണം ആ വിളമ്പിയവരും ഞെട്ടിപ്പോയിട്ട് കണ്ടവരും ഞെട്ടിപ്പോയിട്ട് എന്തിന് കഴിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തന്നെ ഞെട്ടിപ്പോയി. ഇങ്ങനെയൊക്കെ ഭക്ഷണം കഴിക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നുണ്ടായിരുന്നു. കാരണം ആ വിശപ്പാണ് ആ ഭക്ഷണത്തിന് അറിയിച്ചത്, മനസ്സിലായില്ലേ? അപ്പോൾ ഭക്ഷണത്തിന് ഏറ്റവും രുചിയുള്ള സമയം വിശപ്പാണ്. പിന്നെ അതിലൊരു ദൈവത്തിൻ്റെ ഒരു സത്യം കൂടി ഉണ്ട് കേട്ടോ. ഇത്രയും ദൂരം നമ്മൾ നടന്നു വരിക, നമ്മളൊക്കെ പിള്ളേരല്ലേ, അപ്പം പിള്ള മനസ്സിൻ്റെ കള്ളല്ല എന്ന് പറയില്ലേ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു വരുമ്പോൾ എല്ലാ ഭക്ഷണത്തിനും രുചി കേട്ടിട്ട് ദൈവമേ ഇനി എത്ര ദൂരം വീട്ടിലേക്ക് നടക്കണം എന്ന് വെച്ചാൽ ഓട്ടോ വിളിച്ച് പോകാൻ ഞങ്ങളുടെ കയ്യിൽ കാശില്ല, പിള്ളേരല്ലേ, വീട്ടിൽ കൈനിറച്ച് കാശ് തന്നിട്ട് സിനിമയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ 5 പേരും കൂട്ടിയിട്ട് പോയാൽ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരും വിശന്ന് വലഞ്ഞിങ്ങനെ വരികയാണ്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ആ ദൈവം കേൾക്കുന്നുണ്ടോ പ്രാർത്ഥന, ഭഗവാനെ എവിടുന്നേലും ഇത്തിരി കാശുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ചിട്ട് വീട്ടിൽ പോകുമായിരിക്കും എന്നുള്ള ചിന്ത. ഇനിയിപ്പോൾ വീട്ടിലേക്ക് വന്നാൽ നിങ്ങൾ ചോദിക്കില്ലേ, കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല, എന്തുകൊണ്ട് ഭക്ഷണം കഴിച്ചില്ലേ ചോദിക്കില്ലേ? 3 മണിക്ക് വന്നിട്ട് ഭക്ഷണം എന്താന്ന് പറയുമ്പോൾ അപ്പം ദൈവത്തിനോട് നമുക്ക് തോന്നി, എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ, എല്ലാത്തിനും അതിൻ്റെതായ വിലയുണ്ട് ദാസ. അന്ന് തൊട്ട് അമ്മ വെക്കുന്ന ഭക്ഷണം ഇഷ്ടമില്ലെങ്കിൽ കഴിക്കാണ്ട് പോകുന്നല്ലാണ്ട് കുറ്റം ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം ഭക്ഷണത്തിൻ്റെ വില, ഓരോ അന്നത്തിനും അതിൻ്റെതായ വിലയുണ്ട്. ഒരു ചൊല്ലുണ്ടല്ലോ, ദാനേ ദാനേ പെലിക്കായ കാനേവാലേക്ക് നാം എന്ന് പറയും പോലെ, അന്ന് എനിക്ക് യഥാർത്ഥമായിട്ട് മനസ്സിലായി ആ ഒരു വറ്റ് ചോറ് ഞങ്ങളുടെ പേര് എഴുതിയിട്ടുണ്ട്. കാരണം എന്നും ചോറ് തികയാണ്ട് വരുന്നൊരു അമ്പലത്തിൻ്റെ ആ പ്രസാദങ്ങൾക്ക് ക്യൂ സിസ്റ്റമായിട്ട് ആൾക്കാർ നിൽക്കണം. ആ അമ്പലത്തെ അന്നത്തെ ദിവസം എല്ലാ ആഴ്ചയും വെക്കുമവർ, പക്ഷെ അന്നത്തെ ഒരു വെള്ളിയാഴ്ച മാത്രമേ അവർ ഇത്തിരി കൂടുതൽ വെച്ചു, കാരണം തികയാണ്ട് വരരുതെന്ന്. ആ ഭക്ഷണം നമുക്ക് വേണ്ടി കാത്തിരുന്ന പോലെ ഉണ്ടായിരുന്നു. ദൈവം ആ പിഞ്ച് കുട്ടിയോട് എന്ന് വെച്ചാൽ ഞങ്ങളുടെ പുറത്തെ മുഗ്ധമായ കുട്ടികളുടെ മനസ്സ് കേട്ട് ഞങ്ങൾക്ക് വേണ്ടി വഴിയോരത്തൊരാൾ ആരെങ്കിലും വരുമോ എന്നൊരു കാത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഭക്ഷണം നമുക്ക് കിട്ടണമെങ്കിൽ അവിടെ ദൈവം അനുഗ്രഹമുണ്ട്. ഭക്ഷണത്തിൻ്റെ വില മനസ്സിലാക്കിയത് ദൈവത്തിൻ്റെ ഒരു പരീക്ഷണമുണ്ട്. അപ്പോൾ വിലയില്ല എന്ന് പറയുന്ന ഒരു വില കാണുന്നൊരു കഥയും കൂടിയാണത്. കാരണം നമ്മളൊന്നിനൊരു വില കാണില്ല. നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമൊന്നും പോരാ എന്ന് പറയാൻ നമുക്ക് വിശപ്പ് വരുമ്പോൾ ആ ഭക്ഷണത്തിൻ്റെ രുചി എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അന്ന് ശരിക്കും ചോറിൻ്റെ ഒപ്പം മോരിട്ട് തന്നാലും കുഴപ്പമില്ല, ചോറിൻ്റെ ഒപ്പം കഞ്ഞി ആ നാട്ടിലില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കൂട്ടി തന്നാൽ, എവിടെയെങ്കിലും ഒരു പരിചയമുള്ള വീടിനൊക്കെ ഒന്ന് കയറാമെന്ന് തോന്നിയിരുന്ന വിഷയമുണ്ട്, മനസ്സിലായില്ലേ? അതാണ് വിശപ്പ്, മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മയൊക്കെ ഉണ്ടാക്കി തരുന്ന ഭക്ഷണം അതൊക്കെ രുചിയില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന ആ കാലഘട്ടത്ത് എല്ലാത്തിനും അതിൻ്റെതായ രുചിയുണ്ട്, അതിൻ്റെതായ വിലയുണ്ടെന്ന് ദൈവം മനസ്സിലാക്കി തന്നിട്ട് വയറ് നിറച്ച് ഭക്ഷണം ഒന്ന് അയച്ചപ്പോൾ ആദ്യം ദൈവത്തിനൊരു താങ്ക്സും പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് മനസ്സിൽ നമ്മളോട് നമ്മളൊരു കുറിച്ച് വെച്ച് നമ്മുടെ ആ 5-6 പേരും ഒരുമിച്ച് തീരുമാനിച്ചു, ഇനി വീട്ടിലെ ഭക്ഷണത്തിന് കുറ്റം പറയാൻ പാടില്ല എന്ന്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെതായ സമയം വരുമ്പോൾ എല്ലാത്തിനും അതിൻ്റെതായ വില വരും. ഒരു പാഠത്തിൻ്റെ മൂലത്തിൽ നമ്മൾ പഠിപ്പിച്ചു തരുന്നുള്ളത് സത്യമാണ്. അതും കൂടി പറയോ? അത് വേണം. എന്താ അറിയോ, ഒരു ഗ്രാമപ്രദേശത്ത് ഒരു വീട്ടില് ഒരു വീട്ടമ്മ, അതായത് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി നിൽക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾപ്പ എന്നെ പോലെ ഹൗസ് വൈഫ്. അപ്പൊ അവര് എല്ലാ വീട്ടു ജോലികളൊക്കെ ചെയ്ത്, എല്ലാ വീട്ടു ജോലി എന്തിനാ ചെയ്യുന്നത്? അവനവന്റെ വീട്ടിൽ ചെയ്താൽ പോലെ. എല്ലാ വീട്ടു ജോലിയല്ല, അവരുടെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്ത് അവര് അത് ഹൗസ് കീപ്പർ ആവും, ഇത് ഹൗസ് വൈഫ്. പക്ഷെ അവർക്ക് എന്തറിയോ, അങ്ങനെയൊക്കെ ആണെങ്കിലും ഒരു നല്ല വാക്ക് പോലും അതിന്റെ ഭർത്താവ് പറയില്ലേ. അതാ എന്റെ മക്കളാണെങ്കിലും ഈ ഭക്ഷണം തന്നു ആഗ്രഹം ഉണ്ടാവില്ലേ? തീർച്ചയായിട്ടും ഉണ്ടാവും. നീ വെച്ച ഈ ഭക്ഷണം വളരെ നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ നീ ചെയ്ത ഈ കാര്യം വളരെ നന്നായി, അങ്ങനെ ഒരു പ്രശംസ എല്ലാവരും ആഗ്രഹിക്കുമല്ലോ സ്ത്രീകൾ.
അപ്പം അതൊന്നും പറയില്ല. കുറേ കാലമായിട്ട് ഇതിൻ്റെ മനസ്സിൽ അതൊരു വിഷമമാണ്. ഞാൻ എന്തൊക്കെ ആത്മാർത്ഥമായി സമർപ്പണാബോധത്തോടെയാണ് ഈ കുടുംബം നോക്കുന്നത്. എന്നിട്ട് എനിക്കൊരു നല്ല വാക്ക് പറയുന്നില്ലല്ലോ, എൻ്റെ ഭർത്താവോ എൻ്റെ മക്കളോ ഒന്നും പറയുന്നില്ലല്ലോ എന്നൊരു സങ്കടമുണ്ട്. ഇനിയിപ്പോൾ എത്ര നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും ഇപ്പോൾ നീയൊക്കെ പറയുകയാണെങ്കിൽ ഓ അമ്മ ഒരു ഒരു നല്ല വാക്ക് ഒന്നും പറയാണ്ടിരുന്ന വിഷമം ഉണ്ടാവില്ലേ, അതുപോലെ. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമം, കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെയല്ലേ. അപ്പോൾ ഒരു ആത്മീയ കൂട്ടുകാരിയുണ്ട്, അവളോടൊന്ന് പറയാമെന്ന് പറഞ്ഞ് അങ്ങനെ അമ്പലത്തിൽ പോകണം. അപ്പം അവിടെ ക്ഷണിക്കുകയും ചെയ്യാം. അവളോട് ഈ കാര്യമൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിനൊരു സമാധാനം കിട്ടും. ഒരാളുടെ വിഷമങ്ങൾ പറയുമ്പോൾ അത് കേൾക്കാൻ ഒരാളുണ്ടെങ്കിൽ ഒരു സമാധാനം കിട്ടും, എല്ലാവർക്കും ഉള്ളതല്ലേ. തീർച്ചയായിട്ടും. അവിടെ പോയപ്പോൾ അവള് എന്തോ രീതിയിലൊരു പെരുമാറ്റം അത് കണ്ടപ്പോൾ ഛേ ഇവരെന്താ ഇങ്ങനെ, ഇവൾക്കും എന്നോടൊരു ആത്മാർത്ഥ സ്നേഹമില്ലല്ലോ. ഞാനൊരു വിഷമം കൊണ്ട് വരുമ്പോൾ എൻ്റെ മുഖം കണ്ടിട്ട് എന്താ നിനക്കൊരു വിഷമോ, അല്ലെങ്കിൽ നീ എന്താ ഇന്നൊരു വ്യത്യാസം ഉണ്ടല്ലോ ഒന്നും ചോദിച്ചില്ലല്ലോ. ഇനി ഇവളോട് ഞാൻ എന്തിനാ പറയുന്നത്. അങ്ങനെ ആത്മാർത്ഥ തെരഞ്ഞു പോണ പാവ ഒരു വീട്ടമ്മ. അങ്ങനെ എന്തെങ്കിലും ഒന്ന് ആരോടെങ്കിലും പറഞ്ഞ് സങ്കടം കിട്ടണം. അവസാനം എന്ത് ചോദിക്കലോ, എനിക്കിപ്പം ഞാനോടും പറയണ്ട, ഞാൻ അമ്പലത്തിൽ പോയി എൻ്റെ ദൈവത്തിനോട് എൻ്റെ സങ്കടങ്ങൾ പറഞ്ഞ് വരാം, ഒരു സമാധാനം കിട്ടും പറഞ്ഞിട്ട് അങ്ങനെ അമ്പലത്തിൽ. അപ്പോൾ ഈ സ്ത്രീക്ക് ഒരു നല്ല സ്വഭാവമാണ്, എന്താ പറയുക, എല്ലാ കാര്യങ്ങളും അമ്പലത്തിലേക്ക് പോക്ക് മാത്രം മുടക്കില്ല. എല്ലാ ദിവസവും അമ്പലത്തിൽ പോകും. അപ്പോൾ അമ്പലത്തിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു അമ്മ ഇന്നും അമ്പലത്തിലേക്ക് വരും. അമ്പലത്തിൽ വന്നിട്ട് അമ്പലത്തിൽ തൊഴുത് കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ അടുത്തുള്ള കൽമണ്ഡപത്തിൽ അവരിരുന്ന് വഴി പോണവരും വരുന്നവരൊക്കെ അവരോട് സംസാരിക്കുക. അവരും എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ആ അമ്മേനെ. എന്തും അവരൊരാളുടെ വാക്ക് കേൾക്കും. അതായത് ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതവർ കേൾക്കും, അതിനെന്തെങ്കിലും ഒരു സമാധാനം പറയും. അങ്ങനെ നല്ലൊരു അമ്മയാണ്. അപ്പോൾ ഈ സ്ത്രീയില്ലേ, അവരെന്നും ആ അമ്മയോട് സംസാരിക്കാറുണ്ട്. അപ്പോൾ അന്ന് ഇങ്ങനെ പോണ സമയത്ത് ഇങ്ങനെ പോവുകയാണ് ഏതോ ഒരു ഭാവത്തിൽ. അപ്പോൾ ഈ അമ്മയെ ശ്രദ്ധിച്ചില്ല. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അമ്മയ്ക്ക് വരും, എന്താ ഇവിടെ എന്നെ കണ്ടിട്ട് സംസാരിക്കാൻ കൊണ്ടുവരാൻ എന്ത് പറ്റി വിളിക്കുന്നു പറഞ്ഞിട്ട് അവളുടെ പേര് വിളിക്കും. വിളിച്ചപ്പോൾ അയ്യോ അമ്മയെ ഞാൻ എന്നിട്ട് വേഗം അടുത്തേക്ക് വന്നാൽ പറയും, നീ എന്താ എന്നും എന്നോട് സംസാരിക്കുന്ന ആളല്ലേ, ഇന്നെന്താ നീ സംസാരിക്കാണ്ട് പോയി വന്നപ്പോൾ അവളുടെ മുഖം കണ്ടപ്പോൾ കണ്ണിനൊക്കെ വെള്ളം നിറഞ്ഞ് കണ്ടപ്പോൾ ഈ അമ്മ കണ്ടത് അവൾക്കൊരു സങ്കടം മനസ്സിനെ ഇത്. അപ്പോൾ അമ്മയ്ക്ക് വിഷമാവും. അവിടെ ഇരിക്കി പറഞ്ഞിട്ട് അവിടെ ഇരുത്തി. എന്നിട്ട് പറയും, എന്താ നിൻ്റെ മുഖത്തൊരു വിഷമമുണ്ടല്ലോ, എന്താ മോളെ എന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെയാണ് അമ്മയെ ഞാൻ എത്ര വർഷമായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, ഇതേ വലിയ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായി. വെറുതെ ദേഷ്യപ്പെടും, തൊട്ടേനും പിടിച്ചതിനൊക്കെ ദേഷ്യപ്പെടും. എന്നാൽ ഞാനൊരു നല്ല കാര്യം ചെയ്താൽ അതിനെക്കുറിച്ചൊരു നല്ല വാക്ക് പോലും പറയില്ല എൻ്റെ ഭർത്താവ്. മക്കളും ഏതാണ്ട് അങ്ങനെ തന്നെയാണ്. അപ്പം എനിക്ക് ചില ദിവസങ്ങളിൽ എനിക്ക് ഭയങ്കര വിഷമമായിരിക്കും. അപ്പം ഞാൻ അമ്പലത്തിൽ പോകുന്ന പ്രാർത്ഥിക്കുമ്പോൾ ഒരു സമാധാനം കിട്ടും, അതാണ്. അപ്പം ഞാനിങ്ങനെ പോകുമ്പോൾ അമ്മയെ ഞാൻ ശ്രദ്ധിച്ചില്ല, അമ്മ വേറെ ഒന്നും അല്ല എന്ന് പറയും. ആണോ? അപ്പോൾ കൊട്ടയിൽ കുറച്ച് നല്ല പൂക്കൾ, റോസും ഡാലിയ അങ്ങനെ കുറേ പൂക്കളൊക്കെ ഉണ്ട് ഒരു കൊട്ടയിൽ, അമ്പലത്തേക്ക് കൊണ്ടുപോകല്ലേ. അപ്പോൾ അയ്യോ നല്ല ഭംഗിയുള്ള പൂക്കളാണല്ലോ മോളെ, ഇത് ഇവിടുന്നാ ചോദിക്കും. അപ്പോൾ ഈ സ്ത്രീയുടെ മുഖത്ത് ഭയങ്കര ചിരി. എന്തിനറിയോ, ഈ ദുഃഖമൊക്കെയാണ് പറഞ്ഞു. അമ്മേ അത് ഞാൻ സ്വയം ഉണ്ടാക്കിയതാണ് അമ്മേ, നട്ട് നനച്ച് ഉണ്ടാക്കിയതാണ്, ഞാൻ നട്ട് നനച്ചുണ്ടാക്കിയ പൂക്കളാണത്. അതിൽ ചെയ്യുമ്പോൾ എനിക്ക് ആ പൂക്കളുടെ നടലും അതിന് മുട്ടുണ്ടാവലും പൂവുണ്ടാവലും അതിൻ്റെ എല്ലാം കഥകൾ പറയുന്നു. പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷം. അപ്പോൾ മുഖത്ത് കാണുന്ന സന്തോഷം, ദുഃഖം മറന്നു. ദുഃഖം മറന്നു. ഇവരിങ്ങനെ സന്തോഷിച്ച് ഇവര് ഭർത്താവൊക്കെ പറയുന്നത് കേട്ടിട്ട് അതിനെ വേറൊരാൾ നടന്നു പോകണ ആള് എന്താ അവര് ഇങ്ങനെ സംസാരിക്കുന്നത്, ഈ അമ്മയുടെ എന്നും സംസാരിക്കുന്ന ഒരാൾ അവിടെ വരും. അവിടെ വന്ന് എന്താ നിങ്ങൾ ഭയങ്കര സംസാരമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് അടുത്ത് വരും. അപ്പോൾ ഈ അമ്മ എന്ത് ചെയ്യാറിയോ, ആ കൊട്ടേന്നൊരു റോസാപ്പൂ കൊടുത്തിട്ട് നോക്ക് ഈ പൂ നല്ല ഭംഗിയല്ലേ എന്ന് നോക്കും. അത് ശരി, ഇതെവിടുന്നാ ചോദിക്കും. അപ്പോൾ ഇത് ഇവള് സ്വന്തം നട്ട് നനച്ചുണ്ടാക്കിയതാണ്, ബുദ്ധിമുട്ടിയിട്ട്. കണ്ടില്ലേ എന്ത് ഭംഗിയുള്ള പൂക്കളാണ് പറയും. ഇത്ര നട്ട് നനച്ച് വെള്ളം കോരിയൊക്കെ എന്തൊക്കെ ഉണ്ടാക്കണം. അവിടെ 2-3 പൂക്കടയില്ലേ, അവിടെ പോയ എന്തുമാത്രം പൂ കിട്ടും. അതിൽ എന്തെങ്കിലും ചില്ലറ പൈസ കൊടുത്ത് മേടിച്ചാൽ മതി. ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് എന്തിനാ ബുദ്ധിമുട്ടുന്നത്, നിസ്സാരമായിട്ട് പറയുന്നു. അതും പറഞ്ഞിട്ട് അയാൾ പോയി. അപ്പം ഈ അമ്മ പറയുന്നു, കണ്ട മോളെ നീ അത്രയും ബുദ്ധിമുട്ടി നട്ട് നനച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞ് നീ സന്തോഷിക്കുന്നുണ്ട്, എന്തോ മാത്രം ശ്രമമാണ് നിനക്ക് ഉണ്ടായത്. അപ്പോൾ അയാൾക്ക് അതിനെക്കുറിച്ച് ഒരു വിലയില്ല. അയാൾ പറഞ്ഞിട്ട് പോയത് കണ്ടോ, അതിപ്പോൾ ₹1.50 കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടും, അവിടുന്ന് മേടിക്കാമെന്നല്ലേ അയാൾ പറഞ്ഞത്. എനിക്കത് കേട്ടിട്ട് വിഷമം തോന്നിയിട്ടോ പറയും.
അപ്പം ഈ സ്ത്രീ അപ്പം പറയാണ് ആ അമ്മയോട്, അയ്യോ എന്തിനാ അമ്മ അതിന് വിഷമം തോന്നുന്നു, അയാൾക്ക് അതിൻ്റെ വില അറിയില്ല. ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി അത് ചെടിയായി അതിൽ മൊട്ടായി പൂ വിരിയുന്നത് കാണുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. ഞാൻ ബുദ്ധിമുട്ടിയെന്നുള്ള ഒരു ഫലം എന്നുള്ള രീതിയിൽ ഞാനത് ഒരുപാട് സന്തോഷിച്ചിട്ടാണ്. അയാൾക്ക് അതിൻ്റെ വില അറിയാതെ അയാൾ അങ്ങനെ പറഞ്ഞിട്ട് വേണ്ടി എനിക്കൊരു വിഷമമില്ല, എനിക്ക് നല്ല സന്തോഷമാണ്. എന്നിട്ട് കൊണ്ടുപോയി ഞാൻ ഈ പൂ ദൈവത്തിന് അർപ്പിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പം അമ്മ പറയും, ആണോ മോളെ, അതുപോലെ തന്നെയാണ് നിന്റെ കുടുംബം. നീ ഈ പൂക്കളെ നട്ട് നനച്ച് നിനക്ക് അതിൽ പൂ പറിക്കുമ്പോഴും അത് വിടരുമ്പോഴും ഇടുമ്പോഴൊക്കെ നിനക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. അതേപോലെ തന്നെയാണ് നീ നിന്റെ കുടുംബത്തിനും സമർപ്പണാബോധത്തോടെ ചെയ്യുക. അവർക്ക് അതിൻ്റെ വില അറിയുന്ന സമയത്ത് നിന്നെ അവർ മനസ്സിലാക്കിക്കോളും. അല്ലാത്തപ്പോൾ നീ നിന്റെ സമർപ്പണം സമർപ്പിക്കുക, അതിൻ്റെ ഫലം അവർ നല്ലത് പറയണം. അങ്ങനെയൊന്നും നീ പ്രതീക്ഷിക്കാണ്ടിരുന്ന ഇതേപോലെ അതിനെ കണ്ടാൽ പോരെ കുടുംബത്തെ. അപ്പം നിനക്ക് എവിടുന്ന ഈ വിഷമം ഉണ്ടാവുക എന്ന് ചോദിച്ചപ്പോൾ അവള് വിചാരിക്കും, ഓ ശരിയാണല്ലോ, ഞാൻ ഇത്ര കാലം വെറുതെ വിഷമിച്ചു. ഈ അമ്മയുടെ അടുത്ത് ഇതിനു മുമ്പ് പറഞ്ഞാണെങ്കിൽ ഇതിനൊരു പോകുമ്പോൾ അത്രേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾ ചെയ്യുക. അപ്പൊ അമ്മ പറഞ്ഞ കാര്യം എന്താ പറഞ്ഞ, ആ അമ്മ പറഞ്ഞു കൊടുത്ത കാര്യം എന്താ പറഞ്ഞ, ഇത് ഇനി നമുക്കിതാ ഈ മുളക് പൊടി മഞ്ഞപ്പൊടി കഴുകണം. അപ്പൊ അമ്മ പറഞ്ഞു കൊടുത്ത കാര്യം എന്താന്ന് പറഞ്ഞ, നീ മനസ്സാര അർപ്പിക്കുന്നതൊന്നും അതിൽ നിന്നൊരു പ്രതിഫലം കിട്ടുന്ന നീ ചിന്തിക്കരുത്. അത് നിന്റെ കർമ്മമണ്ഡലത്തിൽ നീ ചെയ്യുന്നതാണ്. കാരണം ഒരാളോട് എത്രത്തോളം ഇഷ്ടമുണ്ടായിട്ടായിരിക്കാം അവരിൽ നിന്നൊരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്രതികരണം പറഞ്ഞാൽ സ്നേഹത്തോടുള്ള ഒരു പ്രതികരണം നമ്മൾ പ്രതീക്ഷിക്കുന്നത് അവർ നമ്മുടെ ആയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഒരുപാട് സ്നേഹം അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഇത്തിരി സ്നേഹം അങ്ങോട്ട് കിട്ടണം നമ്മൾ ആഗ്രഹിക്കുന്നത്. അവരത് നൽകിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ആ സ്നേഹം കൊടുക്കുന്ന കുറച്ചാലോ പിന്നെ അവർക്ക് നമുക്ക് വ്യത്യാസമില്ലാതാവും. ജീവിതം യഥാർത്ഥത്തിൽ ആ പൂന്തോട്ടം പോലെയാണ് അല്ലേ. അതിനെ വളർത്തി വലുതാക്കുമ്പോൾ അവർക്കുണ്ടാവുന്ന ഒരു സംതൃപ്തി ഇല്ലേ. അതുപോലെയാണ് വീട്ടിൽ ആരുടെ അംഗീകാരങ്ങൾ നേടാത്ത അല്ലെങ്കിൽ വീട്ടിൽ 4 ചുമരുകൾക്കുള്ളിൽ എവിടെയോ ഇരിക്കുന്ന ചില വീട്ടമ്മമാർ എന്ന് വെച്ചാൽ അവരുണ്ടാക്കുന്ന ഭക്ഷണം ഒരു നിത്യം നമ്മൾ എന്താ പറയില്ലേ എന്നും കിട്ടുന്ന സംഭവമായതുകൊണ്ട് അതിന് വലിയ വിലയൊന്നുമില്ല. അപ്പോൾ ഒരാഴ്ച 10 ദിവസമൊക്കെ എവിടെയെങ്കിലും മാറി നിൽക്കുമ്പോൾ നേരത്തിനും സമയത്തും ഭക്ഷണം കിട്ടാണ്ടാവുമ്പോൾ ആ ഭക്ഷണത്തിനൊന്നും ഈ ഭക്ഷണത്തിനത്ര രുചിയും ഈ വിളമ്പിത്തട്ടിന് ആ സ്നേഹമൊന്നും ഇല്ലാണ്ടാവുമ്പോൾ, രുചി മാത്രം പോരല്ലോ, കയ്യിൽ കാശുണ്ടെങ്കിൽ രുചിയുള്ള ഭക്ഷണം കിട്ടുമ്പോൾ എന്നൊരു കാര്യമില്ല. വിളമ്പിത്തട്ടിന് ആ സ്നേഹവും നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ വെച്ച് തരുന്ന ആ രീതിയും അതെല്ലാം കൂടി കലർന്ന് കിട്ടാണ്ടാവുന്ന കുറച്ച് ദിവസം എവിടെയെങ്കിലും പോയി പെടുമ്പോൾ അന്ന് അമ്മേനെയോ ഭാര്യേനെയോ ഒക്കെ ഓർക്കുന്നത് ദിവസം വരും. ആ ഭക്ഷണത്തിന് ഈ ഭക്ഷണത്തിൻ്റെ രുചിയില്ലല്ലോ. ഇതിവിടെ കാശ് കൊടുത്ത് കഴിക്കുന്ന 5 സ്റ്റാർ ഹോട്ടലാണെങ്കിലും എൻ്റെ ചെറിയൊരു ഓലപ്പരയോ ഓടിട്ട വീടായാലും അവിടെ കഴിക്കുന്ന ഭക്ഷണത്തിന് രുചിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം എൻ്റെ വീട്ടിൽ തന്നെ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ഓടി അതേ സാധനം മേടിച്ചിട്ട് വരും. അത് സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്തിരിക്കും. അതിന് കാരണം എന്താ അറിയോ, അന്നാണ് മനസ്സിലാവണത് ഈ അടുക്കളയിൽ ഉണ്ടാക്കുന്ന വീട്ടമ്മമാർ അവരൊക്കെ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒപ്പം തന്നെ അവൻ്റെ മനസ്സ് എന്നുള്ള സ്നേഹം കൂടി നിറച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. എന്ന് വെച്ചാൽ മനസ്സ് നിറയെ നിസ്വാർത്ഥമായൊരു സ്നേഹമുണ്ട്. എൻ്റെ ഭർത്താവിന് വേണ്ടി, എൻ്റെ മക്കൾക്ക് വേണ്ടി, ഇതെൻ്റെ കുടുംബത്തിന് വേണ്ടി എന്നുള്ള ആ സ്നേഹം കൂടി നിറച്ചിട്ടുള്ള ഭക്ഷണം ഉണ്ടല്ലോ, അത് ദൈവം അനുഗ്രഹിച്ചൊരു പ്രസാദത്തെ പോലെയാണ് അല്ലേ. ഭക്ഷണം എന്ന് പറയുന്നത് ഈ ലോകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഭക്ഷണത്തിനെ അത് വെച്ച് കൊടുക്കുന്നവരെ നമ്മൾ എന്നെന്നും ബഹുമാനിക്കുക. ഭക്ഷണം മാത്രമല്ല നമ്മൾ കൊടുക്കുന്ന സ്നേഹം അത് ഇത്രയൊക്കെ മനസ്സാക്ഷിയുള്ളവർ തിരിച്ച് പ്രകടിപ്പിച്ച് നിങ്ങൾ നൽകുന്ന 100% ആണെങ്കിൽ നമുക്കൊരു 10% തിരിച്ചു കൊടുക്കാൻ പറ്റിയ ഈ ജീവിതത്തിൽ നമ്മൾ ചെയ്യാൻ പറ്റിയ വലിയൊരു കാര്യമാണ്. കാരണം ഏതൊരു പുസ്തകത്തിൽ നമ്മൾ എന്ത് എഴുതിയാലും അവസാനം അതിൻ്റെ കീഴിൽ നമ്മുടെ ഒരു കയ്യൊപ്പ് ഉണ്ടാവണമെന്ന് പറയില്ലേ. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കയ്യൊപ്പ് നൽകുന്നതാണ് വീട്ടിൽ നിന്ന് തുടങ്ങുന്ന ആ വീട്ടമ്മമാർ. അത് ഭാര്യയാവാം, അമ്മയാവാം, ആര് വേണമെങ്കിലാവാം. സ്ത്രീ എന്ന് പറഞ്ഞ എല്ലാ സ്ത്രീജന്മങ്ങളും വീട്ടിൽ ഈ ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അവനവൻ്റെ വീട്ടിലെ മക്കൾക്കും ഭർത്താവിനൊക്കെ കൊടുക്കുന്നത് അത് ഒരു സ്നേഹം കൂടിയാണ്. അല്ലാതെ അത് ഭക്ഷണം മാത്രമല്ല. ആ കരുതൽ, ആ സ്നേഹത്തിന് വേറൊന്നും വേണ്ട. പുറമെ പോയി ജോലി ചെയ്യുന്ന സ്ത്രീകൾക്കൊക്കെ അത്യാവശ്യം റെസ്പെക്റ്റൊക്കെ അവർക്ക് പുറത്തുനിന്ന് കിട്ടിയിരിക്കും. പക്ഷേ വീട്ടിലുള്ള വീട്ടമ്മമാർക്ക് ഹൗസ് വൈഫ് എന്ന് മുദ്ര കുത്തിയിട്ടില്ല. നിങ്ങൾ ഒന്നും അല്ല എന്ന് വിചാരിക്കുന്ന എല്ലാമായ ചില വീട്ടമ്മമാരുണ്ട്. അവർക്ക് നിങ്ങൾ നൽകുന്ന ഈ സ്നേഹം ഉണ്ടല്ലോ, ഈ സ്നേഹം ശരിക്കും പറയുകയാണെങ്കിൽ അവൻ്റെ സമർപ്പണത്തിന് നിങ്ങൾ നൽകുന്നത് ഒരു എന്താ പറയുക, ഒരു വില മതിക്കാൻ പറ്റാത്തൊരു സമ്മാനമാണ് അല്ലേ. അപ്പോൾ അതിലവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അവൻ്റെ ലോകം തന്നെ ഒരു വീടായിരിക്കും. ഈ വീടിൻ്റെ അപ്പുറത്ത് ഒരു ലോകേ കണ്ടിട്ടുണ്ടാവില്ല. അവർ അഥവാ കാണണമെന്ന് ആഗ്രഹിച്ചാൽ അത് കാണുന്നതും ഈ ഭർത്താവിൻ്റെയും മക്കളുടെ ഒപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്നേഹം സമർപ്പിക്കുന്ന ആ സ്നേഹനിധിയായ കുറച്ച് സ്നേഹം നിറഞ്ഞ അവർ ഈ ഭൂമിയിലുള്ള കാലം വരെ
പറ്റുമെങ്കിൽ ഇത്തിരി സ്നേഹം കൊടുത്തോളൂ. അതല്ല അവരെ പോലെയുള്ള ആൾക്കാർക്ക് ചുരുങ്ങി അങ്ങനെ ഒരു വീട്ടമ്മ ഇല്ലാത്തൊരു കാലഘട്ടം വരാൻ പോവുകയാണ്. അങ്ങനെ വന്നു കഴിയുമ്പോൾ നിങ്ങൾ തന്നെ പോയിട്ട് അടുക്കള ഉണ്ടാക്കി തിന്നുമ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ വില. നിങ്ങളെ ശ്രദ്ധിക്കാൻ ആളില്ലാണ്ടാവുമ്പോൾ നിങ്ങൾക്കറിയാം അതിൻ്റെ വില. നിങ്ങളോട് എന്താ പരിപാടി, എന്താ നിങ്ങളുടെ മുഖം വാടിയിരിക്കണത്, ദാഹിച്ച് വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് തരാൻ ഒരാളില്ലാണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ആ സ്ഥാനത്ത് നിങ്ങൾ തന്നെ പോയി ചെയ്യേണ്ടി വരുമ്പോഴാണ് നിങ്ങൾക്കറിയുക ഇതാണ് ബുദ്ധിമുട്ട്, ഇതാണ് സ്നേഹം. ഇവിടെ ഈ അടുക്കളയും നോക്കണം, ഈ വീടും നോക്കണം, വീടിൻ്റെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നതിനൊപ്പം വീട്ടിലെ ഓരോ വ്യക്തികളെയും ശ്രദ്ധിക്കണം. അത്രയും വലിയ ഒരു ഉത്തരവാദിത്തം ചെയ്യുന്ന ഒരു മഹത്തായ വ്യക്തിത്വത്തിൻ്റെ പേരാണ് വീട്ടമ്മ. ഹൗസ് വൈഫ് എന്ന് നിങ്ങൾ വിളിക്കുന്ന ആ വീട്ടമ്മയ്ക്ക് ഇത്രയും ഉത്തരവാദിത്തങ്ങളുണ്ട്. ഈ വീടിൻ്റെ ഇത്രയും കാശും കൊണ്ട് എങ്ങനെ ഈ വീട് മുന്നോട്ട് കൊണ്ടുപോകണം, ഈ സാധനം കൊണ്ട് ചുരുക്കി എങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഈ ഭക്ഷണം ഇന്നാൾക്ക് ഇഷ്ടമാണ്, ഈ ഭക്ഷണം ഇന്നാൾക്ക് ഇഷ്ടമല്ല, അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് എങ്ങനെ അത് ചെയ്യണം, ഒരു മുഖം വാടി ആ മുഖം എന്തിനു വാടിയെന്ന് അന്വേഷിക്കണം, അങ്ങനെ എത്ര കാര്യങ്ങളുണ്ട്. ആ വീട് വൃത്തിയാക്കണം. അതുപോലെ ഏത് നേരം ആ വീട്ടിൽ പ്രസന്നത ഉണ്ടാവാൻ കീപ്പ് ചെയ്യാൻ ശ്രമിക്കണം, അല്ലേ? അങ്ങനെ മറ്റുള്ളവർ ജീവിക്കുന്ന പോലെ നമ്മളും ജീവിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളെന്നെടുത്ത് അത് മക്കൾക്കും ഭർത്താവർക്കും നൽകി കൊടുത്ത് ഒരു ഇൻസ്പിറേഷൻ, മോട്ടിവേഷൻ എല്ലാം ഒരു സ്ത്രീയാണ്. അപ്പോൾ ഹൗസ് വൈഫ് എന്ന് പറയുന്നത് ഒരു ജോബല്ല, അനേകമായിരം ജോബുകൾ ഉൾക്കൊണ്ട ഒരാളാണ്. അവർ ഭക്ഷണം കഴിക്കുമ്പോൾ, ഭർത്താവും മക്കളും ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് ഞാൻ ഉണ്ടാക്കിയത് അവർക്ക് ഇഷ്ടപ്പെട്ടോ എന്നവരുടെ മുഖഭാവത്തിൽ നിന്ന് തിരിച്ചറിയുക. എന്തോ ഒന്നും ഇതിൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു. കഴിക്കുന്ന രീതി കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. അങ്ങനെയൊക്കെയാണ് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുള്ളവരാണ് വീട്ടമ്മ. അപ്പോൾ ഈ കഥയിൽ പറഞ്ഞ സ്ത്രീയെ പോലെ ആ വേദന അവർക്ക് കൊടുക്കരുത്. അപ്പോൾ ഒരു നല്ല വാക്ക് പറയുമ്പോൾ അവർക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു സന്തോഷമായിരിക്കും. അത് മറക്കാതെ അത് ചെയ്യണം, അല്ലേ? എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു സ്നേഹം അറിയിക്കുന്ന വ്യക്തികളായതുകൊണ്ട് അത് നിങ്ങൾ കൊടുക്കുക തന്നെ വേണം, അല്ലേ? അപ്പോൾ സ്നേഹത്തോടെ എല്ലാ വീട്ടമ്മമാർക്കും സമർപ്പിക്കുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഇത് കൂട്ടി കഴിക്കാൻ അമ്മ എന്തായാലും വിളിക്കും. ഇത് എനിക്ക് മാത്രമുള്ളത് ഞാൻ ഉണ്ടാക്കിയിരിക്കുക. എന്തറിയോ, ഇവർക്ക് തന്നെ അടുത്ത് തൊട്ടുപോലും നോക്കില്ല. ഞാൻ പിന്നെ നിങ്ങൾക്ക് കാണിക്കുകയും ചെയ്യാം, എനിക്ക് കഴിക്കുകയും ചെയ്യാം. അതാണ്. അപ്പോൾ വരണോ? ഇത് കുട്ടി കഴിക്കാൻ വരണോ? അവനോട് ചിരിക്കരുത്, എനിക്ക് അവനോട് ചിരിക്കരുത്. ഞാനിതിങ്ങനെ വിളിക്കുമ്പോൾ അവനോട് കളിയാക്കി ചിരിക്കണോ? എന്താടാ ഇത് നല്ല സാധനല്ലേ? അതെ, നല്ല സാധനമാണ്. ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ല. ഞാൻ ഇപ്പൊ തന്നെ പറഞ്ഞില്ല ഭക്ഷണത്തിന് അതിൻ്റെ വിലയുണ്ട്. അപ്പൊ ഞാൻ ഒരിക്കലും പറയില്ല. അപ്പൊ ശരി, ഞാൻ വിളിക്കില്ല കേട്ടോ. വിളിക്കണം. ഞാൻ അങ്ങനെ പറഞ്ഞു വന്നിട്ട് വിളിക്കാതിരിക്കരുത്. നിങ്ങൾ ഇത് കൂട്ടി കഴിക്കാം. ഞാൻ ഇത് മാത്രമൊന്നല്ല, നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കേട്ടോ. ഇവൻ പറയുമ്പോൾ ഇവൻ ചുരുക്കുമ്പോൾ ഞാനെന്താ മാത്രം. അല്ല, നമ്മൾ എന്തുണ്ടാക്കുക അതുകൊണ്ട് നമ്മളത് വിളിക്കും, അത്ര തന്നെ ഉള്ളൂ. അതൊരു ഫോർമാലിറ്റി. ഇതിന്റെ കൂടെ ഞാൻ ഇത് മാത്രമായിട്ട് നിങ്ങൾ ഭക്ഷണം തരും. ഇല്ല. ആയിക്കോട്ടെ. എനിക്ക് ചിരി വരികയാണ്. ഓക്കെ, ബൈ.